ഹംദാൻ പെറ്റ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ കോഴികൾക്ക് എങ്ങനെയാണ് പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അടുത്തുള്ള പച്ചക്കറി കടയിൽ പോയിട്ട് ഹോൾസെയിൽ കടയിൽ പോയിട്ട് എനിക്ക് കിട്ടിയതാണ് പിന്നെ തക്കാളിയും കാബേജും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകുക. അവർക്ക് കൊടുക്കാൻ എത്രയാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് എടുത്തിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് നന്നായിട്ട് കുനുകുനേനെ അരിയുക. എന്താണെന്ന് വെച്ചാൽ ചെറുതാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. എന്നിട്ട് തക്കാളിയും അതേപോലെ നന്നായിട്ട് കട്ട് ചെയ്യുക, ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നാൽ തന്നെ ഞാൻ കട്ട് ചെയ്തത് കുറച്ച് വലിയ കോഴികളല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നേരമൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും. എന്നാലും നമ്മൾക്ക് കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ ചിലവ് ചുരുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റും അതേപോലെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, അതേപോലെ നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ്, അതേപോലെ ഉള്ളിത്തൊലി പോലും ഞാൻ കളയാറില്ല കേട്ടോ. എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഉള്ളിത്തൊലിയൊക്കെ ഞാൻ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇന്നത്തേക്ക് ഇപ്പോൾ അതേപോലെ സബോളയുടെ, വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ എൻ്റെ വേസ്റ്റ് ബക്കറ്റിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെക്കും. ഇട്ട് വെച്ചാൽ അത് ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കുതിരുന്ന കാരണം കൊണ്ട് ആ വേസ്റ്റൊക്കെ ഞാൻ ഇതേപോലെ കൊടുക്കുമ്പോൾ അതിൽ കൂട്ടി കൊടുക്കാറാണ് കേട്ടോ പതിവ്. ഇപ്പം ഞാൻ ഇത്രയും വെട്ടിയിട്ടുള്ളൂ. തക്കാളിയും കാബേജിൽ നിന്ന് ഞാൻ കുറച്ചേ കാബേജ് എടുത്തിട്ടുള്ളൂ. ഇത് ഇനി ഞാൻ 2 ദിവസം കൂടി കൊടുക്കും കേട്ടോ. കാബേജ് ഞാനൊരു ദിവസം കളക്ട് ചെയ്ത് കൊടുന്നാൽ 2-3 ദിവസമൊക്കെ ഞാൻ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എല്ലാതും കൂടി ഒരു ദിവസമല്ല ഞാൻ കൊടുക്കാറ്. 2-3 ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവരിക. ഇതിപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അവർക്കറിയാം ഞാൻ എന്തോ തിന്നാൻ വേണ്ടി കൊണ്ടുവരികയാണെന്നുള്ളത്. രാവിലത്തെ തീറ്റ കുറച്ച് ഇട്ട് കൊടുത്തത് ആ 2 പാത്രത്തിലുണ്ട് കേട്ടോ. അവർക്ക് ഇട്ട് കൊടുത്താൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് അത് അവിടെയും ഇവിടെയൊക്കെ പോയി ഇങ്ങനെ ഒറ്റയ്ക്ക് തിന്നും. അതാണ് അവർ ചെയ്യുക. ഒരു കഷ്ണം എടുത്തിട്ട് അവർ ഓടും. അങ്ങനെയാണ് അവർ ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും ഇത് 2 പാത്രത്തിലാക്കി. നിലത്തൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. മണ്ണിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ തീറ്റ കൊടുക്കാറില്ല. ഇതേപോലെ 2 പാത്രം, പിറ്റേ ദിവസം ഞാൻ ആ പാത്രം നന്നായിട്ട് കഴുകും. എന്നിട്ട് വീണ്ടും അതിലിട്ട് കൊടുക്കും. അവരതിൽ കയറി തിന്നും. അതേപോലെ തിന്നിട്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിറ്റേ ദിവസം ഞാൻ നന്നായിട്ട് കഴുകും. എന്നിട്ട് വീണ്ടും ഞാൻ അതിലിട്ട് കൊടുക്കുക ചെയ്യുക. അത് പാത്രത്തിൻ്റെ നടുക്ക് ഞാനൊരു ഇഷ്ടിക വെച്ച് കൊടുക്കും കേട്ടോ. 2 പാത്രത്തിൻ്റെ നടുക്ക് ഞാനൊരു ഇഷ്ടിക വെച്ചെടുക്കും. ആ ഇഷ്ടിക ഞാൻ പിറ്റേ ദിവസം കഴുകും. എന്നിട്ടാണ് ഞാൻ തീറ്റ ഇട്ട് കൊടുക്കുക. എല്ലാ ദിവസവും ഞാൻ കഴുകും. അതേപോലെ വെള്ളപ്പാത്രവും ഞാൻ എല്ലാ ദിവസവും കഴുകും. ഇങ്ങനെയൊക്കെ കൊടുത്താൽ എന്താ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഈ മറ്റേ തീറ്റ നമ്മൾ വാങ്ങുന്ന ലെയർ മാഷൻ പെലറ്റൊക്കെ കുറച്ച് വാങ്ങിയാൽ മതി. ഇപ്പോൾ ഒരു 5 കിലോനൊക്കെ വാങ്ങിയാൽ നമുക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാനുണ്ടാവും. ഈ വേസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അവർ മറ്റേത് കുറച്ചേ തിന്നുള്ളൂ. ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ നമ്മളുടെ കൂട്ടിലുള്ള കോഴികൾക്ക് വെച്ച് കൊടുത്തതാണ് കേട്ടോ. പക്ഷേ അവർ ഇത് വെച്ച് കൊടുത്ത് കണ്ടപ്പോൾ അവർ മാറി നിൽക്കുകയാണ്. കാരണം അവർക്ക് ഇതുവരെ ഞാൻ ഇത് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ 2 മാസം വരെയൊക്കെ ഞാൻ ഗ്രോവർ കൊടുത്തിട്ട് അതിൻ്റെ ശേഷം ഞാൻ കുറേശ്ശെ ഇങ്ങനെ നമ്മളുടെ തീറ്റയായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കൊടുക്കാറാണ് കേട്ടോ. പക്ഷെ അവർക്ക് തിന്നണം എന്നുണ്ട്. ഓരോരുത്തർ വന്ന് എത്തിച്ച് നോക്കി പോകണമൊക്കെ ഉണ്ട്. അവർ ഇത് ആദ്യമായിട്ട് കൊടുക്കുന്ന കാരണം കൊണ്ട് ഇതെന്താ സാധനം എന്ന് വിചാരിച്ചിട്ട് അവർ മടിച്ച് നിൽക്കുകയാണ്. കാരണം അവരതിലേക്ക് നോക്കണ പോലും ഇല്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്നതിന് ഒരു മാസം കഴിഞ്ഞ് 2 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കോഴികൾക്ക് എന്ത് തീറ്റയാണോ കൊടുക്കണമെന്ന് വെച്ചാൽ ആ തീറ്റ ഇങ്ങനെ കുറേശ്ശെ ഇവർക്കും കൊടുത്ത് പഠിപ്പിച്ചാൽ അപ്പോൾ നമുക്ക് ഈ ഗ്രോവർ കൊടുക്കുന്നത് കുറച്ചിട്ട് ലേശം ഗ്രോവറും കൊടുക്കുക, ബാക്കി നമ്മൾ ഈ തീറ്റയും കൊടുത്താലും അവർക്ക് ശരിയാവും കേട്ടോ. ഗ്രോവർ കൊടുക്കണം, എന്നാലാണ് ഈ പ്രായത്തിൽ അവരുടെ വളർച്ച ഗ്രോവർ കൊടുത്താലേ ശരിയാവുള്ളൂ. അവർക്ക് ഞട്ട് കൊടുത്ത് കുറച്ച് ഇപ്പുറത്ത് വന്നപ്പോഴത്തേനും ഒരുവിധം തിന്ന് തീർക്കാനായിട്ടാണ്. പക്ഷേ ഇതൊന്നും ഇനി 5 മണി നേരമാകുമ്പോഴത്തേനും ഇതിലൊന്നും കാണില്ല. കാരണം അതൊക്കെ അവർ തിന്നിട്ടുണ്ടാവും. അവർ കുറേശ്ശെ തിന്നുള്ളൂ. അങ്ങനെ കുറേശ്ശെ കൊത്തി ഒരു വൈകുന്നേരം 5 മണി 5:30 നമ്മൾ കൂടടക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെല്ലുമ്പോൾ ഞാനൊരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ അവരുടെ അടുത്ത് ഇങ്ങനെ പോയി നോക്കും, വെള്ളം ഉണ്ടോ തീറ്റ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി വൈകുന്നേരം വരെ അവർക്ക് ഒന്നും വേണ്ട, അത് കൊത്തി കഴിച്ചോളും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ലാഭമാണ് പച്ചക്കറി വേസ്റ്റും. അതേപോലെ ഞാൻ മീൻ കടയിൽ പോയിട്ട് മീനിൻ്റെ വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നിന്ന് കട്ട് ചെയ്യും. കാരണം വലിയ കഷ്ണമായി കഴിഞ്ഞാൽ അവർക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതേപോലെ പാത്രത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അവർ കൊത്തി കഴിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റേ തീറ്റ കുറേ ലാഭിക്കാം. ഇതെപ്പോഴൊന്നും കിട്ടില്ലല്ലോ. കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ കൊടുക്കും. ഇതേപോലെ എല്ലാവരും ഇപ്പോൾ അവർ ആ കടയിൽ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ കിട്ടുന്ന പോലെ എല്ലാ വേസ്റ്റും ഞാൻ കൊടുക്കും. അതേപോലെ ഇലകൾ, എന്തൊക്കെ ഇല കിട്ടുമോ ആ ഇലയൊക്കെ ഞാൻ കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇവർക്ക് കൂട്ടിൽ കൊട്ടി കൊടുത്തതാട്ടോ. അവരിങ്ങനെ വലിയ കഷ്ണമല്ലേ, അപ്പോൾ അവർക്ക് തിന്നാൻ പറ്റണില്ല. ഇവർക്ക് ഇത് ആദ്യമായിട്ടും അല്ലേ, ഇതെന്താ സാധനം എന്നുള്ളൊരിതാണ് അവർക്ക്.
പിന്നെ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൂടടക്കാൻ വേണ്ടി വന്നപ്പോൾ അവരിതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള തൊലി മാത്രം പിന്നെ അവിടെ ഉള്ളൂ. പൾപ്പൊക്കെ അതിൻ്റെ ദശയൊക്കെ അവർ കൊത്തി 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 തിന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ കോഴികൾ അതിലിങ്ങനെ കൊത്തി നിൽക്കണ കാരണം കൊണ്ട് പരസ്പരം കൊത്തുകൂടലൊക്കെ കുറയും. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഞാൻ തീറ്റ കൊടുക്കുമ്പോൾ